കരൂർ ദുരന്തത്തിൽ വിജയ് കുറ്റക്കാരനാണോ? ആണെങ്കിൽ വിജയ്ക്ക് എവിടെയൊക്കെയാണ് പിഴച്ചത്? എന്തുകൊണ്ടാണ് വിജയ് കരൂരിൽ മണിക്കൂറുകൾ വൈകിയെത്തിയത്? 27-ാം തീയതി ശനിയാഴ്ച നാമക്കല്ലിലും കരൂരിലുമായിരുന്നു വിജയ് പര്യടനം ആസൂത്രണം ചെയ്തത്. നാമക്കല്ലിൽ രാവിലെ 8:45 നിശ്ചയിച്ച പരിപാടിക്ക് വിജയ് എത്തിയത് 2 മണിക്ക്. കരൂരിൽ വിജയ് എത്തുമെന്ന് അറിയിച്ചിരുന്നത് ഉച്ചയ്ക്ക് 12:45. രണ്ടിടങ്ങളിലും ജനങ്ങൾ രാവിലെ മുതൽ വെയിൽ കൊണ്ട് കാത്തിരുന്നു. നാമക്കല്ലിലെ പരിപാടി കഴിഞ്ഞ് 40 കിലോമീറ്റർ അകലെയുള്ള കരൂരിലേക്ക് 5000-ഓളം അനുയായികളുടെ അകമ്പടിയിലാണ് വിജയ് എത്തിയത്. 1 മണിക്കൂർ മാത്രം എടുക്കുന്ന യാത്ര 4 മണിക്കൂർ നീണ്ടു. ഒടുവിൽ കരൂരിൽ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞിരുന്നു. രാവിലെ മുതൽ കാത്തിരുന്നവർ തളർന്നു വീണു തുടങ്ങിയിരുന്നു. വിജയ് വരുന്നതിന് മുൻപ് തന്നെ ആംബുലൻസുകളിൽ അവരെ മാറ്റാൻ തുടങ്ങിയിരുന്നു. തന്നെ കാണാൻ ആയിരങ്ങൾ കാത്തിരിക്കുമെന്ന് അറിയാത്ത ആളല്ല രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ദളപതി. യാത്ര വൈകിയത് മുതൽ തുടങ്ങുന്നു വിജയ് വരുത്തിയ വീഴ്ചകൾ. കരൂരിൽ 10,000 പേർ പങ്കെടുക്കുന്ന പരിപാടിക്കായിരുന്നു TVK അനുമതി തേടിയത്. എന്നാൽ എത്തിയത് എണ്ണാൻ കഴിയാത്ത വിധം ആളുകൾ. നാമക്കല്ലിൽ നിന്നെത്തിയവരും ചേർന്നപ്പോൾ സ്ഥിതി നിയന്ത്രണം വിടുന്ന അവസ്ഥയിലേക്ക്. രാവിലെ മുതൽ കാത്തിരുന്ന ആളുകൾ വിജയ് എത്തിയപ്പോൾ താരത്തെ കാണുന്നതിനായി തിരക്കുകൂട്ടി. കടകളുടെ ടിൻഷീറ്റ് മേൽക്കൂരകളിലും മരങ്ങളിലും ട്രാൻസ്ഫോമറിൽ വരെയും അവർ കയറിപ്പറ്റി. വിജയ് യാത്ര ചെയ്യുന്ന ബസ്സിൽ ഇരിപ്പിടത്തിനരികിൽ ഒരു ലൈറ്റ് സാധാരണ തെളിയിക്കാറുണ്ട്. ജനാലയിലൂടെ താരത്തെ കാണാവുന്ന വിധത്തിലാണ് ആ സംവിധാനം. കരൂരിലെത്തുമ്പോൾ അത് തെളിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടെ വിജയിനെ കാണുന്നതിനായി ബസ്സിനരികിലേക്കും അവർ ഓടിയെത്തി. ഇതിനിടയിൽ ആളുകൾ കയറി ഒരു മരച്ചില്ല ഒടിഞ്ഞു വീഴുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ജനങ്ങൾ ഭയന്ന് ഓടാൻ തുടങ്ങി. പോലീസ് ഇടപെട്ടു. ഈ അപകടത്തിന്റെ ബഹളത്തിനിടയിലാണ് വിജയ് കരൂരിൽ സംസാരിക്കാൻ തുടങ്ങിയത്. ആംബുലൻസുകൾ ഇതിനിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. പ്രസംഗം പലതവണ നിർത്തേണ്ടിയും വന്നു. ആംബുലൻസിലും നമ്മുടെ കൊടിയുണ്ടല്ലോ എന്ന് വിജയ് തമാശ പറഞ്ഞത് അണികൾ മരണാസന്നരായി വീഴുമ്പോഴായിരുന്നു. നേതാക്കൾ പറഞ്ഞപ്പോഴാണ് നടന് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായത്. ജനങ്ങൾ കൺമുന്നിൽ കുഴഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ അവർക്ക് വെള്ളക്കുപ്പികൾ വിജയ് എറിഞ്ഞുകൊടുത്തു. കുപ്പികൾക്കായി ജനം തിക്കിത്തിരക്കി. ഇത് പ്രശ്നം കൂടുതൽ വഷളാക്കി. ഇതിനിടയിൽ വൈദ്യുതി നിലയ്ക്കുകയും മൈക്കിലൂടെ വിജയ് പറയുന്നത് കേൾക്കാനാകാതെ ആളുകൾ ബസ്സിന് കൂടുതൽ അടുത്തേക്ക് നീങ്ങുകയും ചെയ്തു. വിജയെ നേരിൽ കാണുന്നതിനായി റിസ്ക് എടുത്തവർ വീണു. അവർ അപകടത്തിൽപ്പെട്ടു. ആൾക്കൂട്ടം നിയന്ത്രണം വിട്ടു. 3 ജനങ്ങൾ നിയന്ത്രണം വിട്ടു വീണു. കുഴപ്പം മനസ്സിലായ വിജയ് പ്രസംഗം മതിയാക്കി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ബസ്സിന് പിന്നാലെ ഓടിയവരും അപകടത്തിൽപ്പെട്ടു. 32 പേരെ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആൾക്കൂട്ടമുണ്ടാകുമെന്നും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പല പാർട്ടികളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവർ കൂടി നേതൃത്വം വഹിക്കുന്ന TVKക്ക് അറിയാത്തതാണോ? പര്യടനത്തിന്റെ തുടക്കം മുതൽ തന്നെ വിജയ് എത്തുന്ന ഇടങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കപ്പെടുകയും ഗതാഗത സ്തംഭനം ഉണ്ടാകുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 13 പാർട്ടിയുടെ സംസ്ഥാന പര്യടനം ആരംഭിച്ചപ്പോൾ മുതലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിജയ് അടക്കം ആ പാർട്ടി നേതൃത്വത്തിലുണ്ടായിരുന്ന ആരെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സംഭവിച്ച ഈ ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നതാണ് പ്രസക്തമായ ചോദ്യം. രാഷ്ട്രീയ നേതാക്കൾ അണികളെ കാത്തിരുത്തി മണിക്കൂറുകൾ വൈകിയെത്തുന്നത് പതിവാണെങ്കിലും ഇത്ര ആളുകളെ കുടിവെള്ളം പോലും കൊടുക്കാതെ പകൽ മുഴുവൻ നിർത്തുകയും മനഃപൂർവ്വം യാത്ര വൈകിപ്പിക്കുകയും ചെയ്തത് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയമായി പ്രതിരോധം തീർത്താലും ഈ വസ്തുത വിജയിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ നിഷേധിക്കാനാവില്ല. സംഭവമുണ്ടായതിന് പിന്നാലെ ചെന്നൈയിലേക്ക് തിടുക്കത്തിൽ പോയതും വിഷയത്തിൽ കാര്യമായി പ്രതികരിക്കാത്തതും വീഴ്ച തന്നെയാണ്. ഈ മരണങ്ങൾക്ക് വിജയ് ഉത്തരവാദിത്തം പറയേണ്ടി വരും.